ഹാരിഫ് ഹുസൈൻ കൂടുതൽ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യുക്തിവാദി നേതാവാണെങ്കിൽ തന്നെ ഒരു മതത്തെ മാത്രം ഫോക്കസ് ചെയ്ത് ആ മതത്തെ വളരെ നീചമായി സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന നികൃഷ്ട ജീവി എന്ന് നമുക്ക് ആരിഫ് ഹുസൈനെ നമുക്ക് വിശേഷിപ്പിക്കാം. കഴിഞ്ഞ ദിവസം ഹസൈൻ എന്ന ഒരാളുടെ യൂട്യൂബ് ചാനലിൽ ഇവരുടെ ഉമ്മയുടെ ഒരു അഭിമുഖം, അതായത് ഫോണിൽ മുഖാന്തരമുള്ള ഒരു അഭിമുഖം കേൾക്കുകയുണ്ടായി. ഇദ്ദേഹത്തിന്റെ വാപ്പ, അതായത് ഈ ആരിഫ് ഹുസൈന്റെ വാപ്പ ഒരു അധ്യാപകനാണെന്ന് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹം ഇപ്പോൾ ഒരു മറവി രോഗം ബാധിച്ചിട്ട് ഇപ്പോൾ അങ്ങനെ കഴിഞ്ഞതാണ് പ്രായത്തിന്റെ ആദ്യത്തിൽ. ഉമ്മ ആ മകനെ കുറിച്ചിട്ട് ആ ഫോണിൽ കൂടി പറയുന്ന കേട്ടപ്പോൾ വളരെയധികം ഞെട്ടൽ ഉളവാക്കുകയാണ് ചെയ്തത്. അതായത് സ്വന്തം മാതാവ് തന്നെ ഒരു മകനിക്കെതിരെ ഇത്തരം രീതിയിൽ പറയണമെങ്കിൽ ആ ഉമ്മയുടെ ഹൃദയം എത്രത്തോളം നൊന്തിട്ടുണ്ടാകുമെന്ന് അതിൽ കൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഏതൊരു മാതാവിന്റെയും ഹൃദയം, ജന്മം കൊടുത്ത മക്കൾ എത്ര ക്രൂരത ചെയ്ത മക്കളാണെങ്കിലും ശരി, ആ മക്കളെ ഒരിക്കലും തന്നെ വെറുക്കുന്ന രീതിയിലേക്ക് ഒരു മാതാവിന്റെ ഹൃദയവും എത്തൂല. പക്ഷെ ആരിഫ് ഹുസൈന്റെ മാതാവിന്റെ ഹൃദയം ആ രീതിയിലേക്ക് എത്തിക്കണമെങ്കിൽ ആ ആരിഫ് ഹുസൈൻ ആ മാതാവിനെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാകുമെന്നത് അതിൽ കൂടി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ അതിനെതിരെ ആരിഫ് ഹുസൈന്റെ ചില വീഡിയോകൾ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഉമ്മയെ ഇങ്ങനെ ഈ രീതിയിൽ പറയുകയാണെങ്കിൽ ഉമ്മയെ ഞാൻ പരസ്യമായി നാറ്റിക്കും. അതായത് ജന്മം കൊടുത്ത് വളർത്തിയ ഒരു ഉമ്മയെ കുറിച്ചിട്ടാണ് ആരിഫ് ഹുസൈൻ പറയുന്നത്. ഇവന് വലിയൊരു പുരോഗമനവാദിയാണെന്ന എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. അതായത് ഇവന്റെ അനുകൂലിക്കുന്നവർ, എല്ലാവരും ഉദ്ദേശിക്കുന്നത് ഇവനെ അനുകൂലിക്കുന്നവർ മാത്രമാണ്. ഇവന്റെ എത്രത്തോളം പോരായ്മകൾ ഉണ്ടെന്നത് അവൻക്ക് പോലും അറിയാമെന്നുള്ള കാര്യം. അതായത് തന്നോളം അത് കെടുത്തോളം ഇതായവനെ നിര്യാണിയോളം ഇതായിട്ടുള്ള അവരെ കളിയാക്കുന്നു എന്ന രീതിയിലുള്ള ഒരു ചൊല്ലുണ്ട്. അതായത് ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഉണ്ടായിട്ടും അതൊന്നും നികത്താതെ സമൂഹത്തിൽ ഇറങ്ങി മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുക, ആ രീതിയിലുള്ള ഒരു ഗണത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ ആരിഫ് ഹുസൈൻ എന്ന വ്യക്തി. ഇവിടെ ആരിഫ് ഹുസൈൻ എന്ന വ്യക്തി ഒരാരാണെന്നുള്ള കാര്യം സാമാന്യ ബുദ്ധി, അതായത് ചോറ് നിന്നവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അവൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കിളക്കുന്നതെന്നുള്ള കാര്യം. അതായത് അവന്റെ ഉമ്മ തന്നെ ആ ഫോണിൽ കൂടി പറയുന്നുണ്ട്, കാശിന് വേണ്ടി അവൻ എന്തും ചെയ്യാൻ മടിക്കാതൊരു വ്യക്തിയാണെന്നല്ല. അപ്പൊ ഇതിനൊക്കെ ആരിഫ് ഹുസൈൻ കൊടുത്ത മറുപടിയുടെ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. അതായത് ഉമ്മയുടെ കയ്യിൽ നിന്ന് ചോറ് പോലും ഞാൻ വാങ്ങി കഴിക്കില്ല, കാരണം ഉമ്മ എനിക്ക് ആ ചോറിൽ വിഷം തന്നിട്ട് കഴിക്കും എന്നുള്ള ഒരു ആദ്യ കൊണ്ടുവന്ന. ഇവിടെ ആരിഫ് ഹുസൈൻ എന്ന വ്യക്തി യുക്തിവാദി എന്ന രീതിയിലാണ്. അതായത് അദ്ദേഹം ഒരു മുസ്ലിം മതവിശ്വാസിയായിട്ടായിരുന്നു ജനിച്ചതെങ്കിൽ തന്നെ പിന്നീട് അദ്ദേഹത്തിന് ഒരു ബോധബോധം വന്നപ്പോൾ അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയും എക്സ് മുസ്ലിം എന്നുള്ള ഒരു ലേബലിലാണ്, അതായത് യുക്തിവാദി എന്നുള്ള രീതിയിൽ. യുക്തിവാദി എന്ന് പറയുമ്പോൾ ദൈവനിഷേധി എന്നാണ്. അതായത് എല്ലാ മതങ്ങളുടെയും ദൈവത്തെ നിഷേധിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ആരിഫ് ഹുസൈന്റെ എല്ലാ വീഡിയോകളും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഇസ്ലാം ഒഴിച്ചിട്ട് മറ്റേത് മതങ്ങളെയാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടുള്ളത് കാണാൻ കഴിയുക. അപ്പൊ അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിനെ കെരുവാരിത്തേക്കുക, ഇസ്ലാമിനെ ഇല്ലാതെ കഥകൾ പറഞ്ഞിട്ട് കെരുവാരിത്തേക്കുക എന്നതാണ്. അപ്പൊ ഇതിന്റെ പിന്നിൽ വലിയൊരു അജണ്ട തന്നെയുണ്ട്. ആരിഫ് ഹുസൈനോട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ കുറവുകളും കുറ്റങ്ങളും നികത്തിയിട്ടല്ലേ സാമൂഹികപരമായിട്ടുള്ള നന്മക്ക് വേണ്ടി ഇറങ്ങേണ്ടത്. നിങ്ങളിപ്പോ സമൂഹത്തിന് വേണ്ടിയിട്ട് അവബോധം സൃഷ്ടിച്ച് സമൂഹത്തിന്റെ ഒരു നന്മയിലേക്ക് നയിക്കുക എന്ന ഉദ്ദേശമാണല്ലോ താങ്കളുടെ ഉദ്ദേശം. താങ്കളുടെ പ്രസംഗങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു താങ്കൾ നല്ലൊരു വ്യക്തിയായിരുന്നെന്ന. പിന്നീടാണ് താങ്കളിൽ നിന്നുള്ള താങ്കളുടെ വ്യക്തിപരമായിട്ട് ഇതായിട്ടുള്ള പല നാറുന്ന കഥകളും പല നാറുന്ന സംഭവങ്ങളും പലവരിൽ നിന്നും പല വീഡിയോകളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. ഒടുക്കമാണ് അറിഞ്ഞത് സ്വന്തം മാതാവിന്റെ ഈ ഫോൺ സംഭാഷണം. അപ്പൊ ഇങ്ങനൊക്കെ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടായിട്ടുള്ള വ്യക്തികൾ മറ്റുള്ള ഒരു രീതിയിലേക്ക് കുറ്റപ്പെടുത്തുകയും അപവാദം പറയുകയൊക്കെ ചെയ്യുമ്പോൾ അത് എത്രത്തോളം ശരിയല്ല എന്നുള്ളത് സ്വയബോധം കൊണ്ട് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കപ്പെടാൻ പറ്റില്ലേ. അപ്പൊ ഇതുപോലെ ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഉള്ളവർ തന്നെയാണ് സമൂഹത്തിന്റെ നന്മയ്ക്കായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്ന് പറയാം. അതായത് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ ആരിഫ് ഹുസൈൻ. പിന്നെ നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട്. അതായത് നമ്മുടെ നാട് എന്ന് പറയുന്ന ഒരു മതേതര രാജ്യമാണ്. ഏത് മതത്തിൽ വിശ്വസിക്കണമെന്നതും ഏത് മതത്തിൽ വിശ്വസിക്കാതെ ജീവിക്കണമെന്നൊക്കെ അത് ഓരോരാളുടെയും വ്യക്തിപരമായിട്ട് കാഴ്ചപ്പാടാണ്. പക്ഷെ ഒരു മതവിശ്വാസിയോ അല്ലെങ്കിൽ ഒരു മതത്തിൽ വിശ്വസിക്കാത്ത വ്യക്തിയോ മറ്റു മതങ്ങളെ നിന്ദിക്കുകയോ ഈ രീതിയിൽ പരസ്യമായി അപമാനിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്കെതിരെ നിയമ നടപടിയെടുക്കാനുള്ള ഒരു വകുപ്പും കൂടി നമ്മുടെ നിയമത്തിൽ പറയുന്നുണ്ട്. പക്ഷെ ആരിഫ് ഹുസൈനെ പോലുള്ളവരെ കോടിക്കണക്കിന് ജനങ്ങളുടെ
വിശ്വാസത്തിന്റെ ഭാഗമായ പ്രവാചകനെ വളരെ അപഹാസ്യമായിട്ട് ഈ സമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെ പരസ്യമായി കുറ്റപ്പെടുത്തുകയും പരസ്യമായി നീചമായ രീതിയിൽ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടും നമ്മുടെ നിയമം എന്തുകൊണ്ട് ഈ നടപടി എടുക്കുന്നില്ല എന്നത് ഒരു ചോദ്യചിഹ്നമാണ്. കാരണം നമ്മുടെ നാട്ടിൽ മതസൗഹാർദ്ദവും കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ നിയമപാലകരുടെയും ചുമതലയാണല്ലോ. നമ്മുടെ നാട്ടിൽ സമാധാനമാണ്. ഈ ആരിഫ് ഹുസൈന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലാപ ആഹ്വാനമാണ്. അദ്ദേഹം ഇങ്ങനെ രീതിയിൽ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വീഡിയോയുടെ താഴെ വരുന്ന കമന്റുകൾ നമ്മൾ വായിക്കുമ്പോൾ തന്നെ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അധികാരികളോട് പറയാനുള്ളത് ഇദ്ദേഹത്തിനെതിരെ നിയമപരമായിട്ട് നടപടി എടുക്കണമെന്നാണ്. ഒരു വിശ്വാസത്തെയും ആ വിശ്വാസത്തിലെ ആൾക്കാരെയും മുറിവേൽപ്പിക്കുന്ന തരത്തിൽ പരസ്യമായ ഈ രീതി അത് ആര് ചെയ്തു കഴിഞ്ഞാലും, അതായത് ഒരു ഹിന്ദു മതത്തിന്റെ വിശ്വാസത്തെ ആയാലും ക്രിസ്തു മതത്തിന്റെ വിശ്വാസത്തിലെ ആയാലും ഏത് മതങ്ങളെ വിശ്വാസത്തെയും വ്രണപ്പെടുത്തുന്നവർ ആരായാലും ശരി, അവർക്കെതിരെ തക്കായ ശിക്ഷ നടപ്പിലാക്കുന്ന രീതിയിൽ നിയമ നടപടി എടുക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അധികാരികൾ ഈ ആരിഫ് ഹുസൈനെ പോലുള്ളവരെ തുറങ്കിലടക്കാൻ മുന്നോട്ട് വരണമെന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്.